സന്ദേശമാല കേൾക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ദരിദ്രൻ എപ്പോഴും നിസ്സഹായനും സഹതാപം അർഹിക്കുന്നവനുമാണ്. അവനെ ചേർത്ത് നിൽക്കുന്ന ദാരിദ്ര്യം എന്ന പാപം നിമിത്തം അവന് ഈ ലോക ജീവിതത്തിൽ യാതൊരു സന്തോഷവും ഉണ്ടാവുകയില്ല. ധർമ്മങ്ങൾ യഥാവിധി അനുഷ്ഠിക്കാൻ ദാരിദ്ര്യം സമ്മതിക്കുകയില്ല. പരലോകത്തും അവന് പ്രവേശനം നിഷേധിക്കപ്പെടും. ഈ ആർത്തിയുള്ളിടത്താണല്ലോ ദാരിദ്ര്യത്തിൻ്റെ തീഷ്ണത. മറിച്ചും പറയാം, ദാരിദ്ര്യമുള്ളിടത്ത് ആർത്തിയും അധികരിക്കുന്നു. രണ്ടും ചേർന്നാലുള്ള അവസ്ഥ ഏറെ പരിതാപകരം തന്നെയാണ്. ജനിച്ചു വളർന്ന കുലത്തിൻ്റെ മഹിമയെ അത് നശിപ്പിച്ചു കളയും. എന്തെങ്കിലും കീർത്തിയും സത്പേരും വാക്കിനും വിലയുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതും ഇല്ലാതെയാവും. ദരിദ്രന് ഒരിക്കലും ഒരിടത്തും സ്ഥാനമില്ല എന്നതാണ് സ്ഥിതി. മാന്യമായ ഉയർന്ന കുടുംബത്തിൽ പിറന്നവരായാലും ശരി, ദാരിദ്ര്യത്തിൻ്റെ ചുഴിയിൽപ്പെട്ടു പോയാൽ നിലതെറ്റും. എല്ലാം മറന്ന് മറ്റുള്ളവരോട് ദയനീയാവസ്ഥ പറഞ്ഞ് സഹായം ഇരക്കുന്നതോടെ കുടുംബത്തിൻ്റെ മാനവും പോകും. ദാരിദ്ര്യം എവിടെയുണ്ടോ അവിടെ മറ്റനേകം വിധത്തിലുള്ള ദുഃഖങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി കൂട്ടത്തോടെ വന്നുകൂടും. ഗതികേട് കാരണം ദാരിദ്ര്യത്തിന് ഒന്നിനെയും ഒഴിവാക്കാനോ തടഞ്ഞു നിർത്താനോ കഴിയുകയുമില്ല. തന്നേക്കാൾ താണവരോട് യാചിക്കേണ്ടി വരുന്നതിലുള്ള ദുഃഖം, അത് കിട്ടായികയാലുള്ള നൈരാശ്യ ദുഃഖം, കിട്ടിയാൽ തോന്നുന്ന അപമാന ദുഃഖം, അവഗണനയുടെയും അവഹേളനത്തിൻ്റെയും ദുഃഖം, ഇങ്ങനെ അനേകം ദുഃഖങ്ങൾക്ക് അയാൾ വിധേയനായിക്കൊണ്ടിരിക്കും. കാര്യങ്ങൾ നല്ലതുപോലെ ചിന്തിച്ചറിഞ്ഞ് പ്രകടിപ്പിക്കുന്ന പണ്ഡിതോചിതമായ അഭിപ്രായമാണെങ്കിൽ പോലും ദരിദ്രന്റെ ചൊല്ല് ആരും അംഗീകരിക്കുകയില്ല. നന്മയുണ്ടാക്കുന്ന വാക്കുകളാണെങ്കിൽ പോലും ആരും കേട്ടതായി നടിക്കുകയില്ല. മറിച്ച് അധികാരസ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെട്ട കോടീശ്വരനായ പമ്പരവിഡ്ഢിയുടെ വിവരക്കേടുകൾ കേൾക്കാൻ ജനം മണിക്കൂറുകളോളം കാത്തു നിൽക്കുകയും ചെയ്യും. അതാണ് ലോകത്തിൻ്റെ സ്വഭാവം. ദരിദ്രനായി പോയി എന്ന ഒറ്റ കാരണം കൊണ്ട് പാണ്ഡിത്യത്തിന് വിലയില്ലാതെ ആയിത്തീരും. ധർമാധർമ്മങ്ങൾ യഥാവിധി നിറവേറ്റുക എന്നതാണല്ലോ പുരുഷ ലക്ഷ്യം. അതിന് കഴിയാതെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരുവനെ എല്ലാവരും അവഗണിക്കുക തന്നെ ചെയ്യും. എന്തിനധികം, അവനെ പ്രസവിച്ച അമ്മ പോലും അന്യനായിട്ടേ കാണും. പുത്രസ്നേഹം അവിടെ വെറും കടം മാത്രം. നമ്മൾ കാണാറുണ്ടല്ലോ, 2 or 3 മക്കളുള്ള ഒരു വീട്ടിൽ ഒരു മകൻ വീട്ടിലെല്ലാ കാര്യങ്ങളും ശ്രദ്ധ ചെലുത്തുകയും വീടിന് വല്ല റിപ്പയറുകളോ മറ്റോ വന്നാൽ അവൻ അത് ആളിനെ വിളിച്ച് നന്നാക്കുകയും ആർക്കെങ്കിലും അസുഖം വന്നാൽ ആശുപത്രിയിൽ എത്തിക്കാനും മരുന്ന് വാങ്ങിക്കൊടുക്കാനും ഒക്കെ മുന്നിൽ നിൽക്കുന്നു. മറ്റുള്ള മക്കൾ ഏട്ടനെല്ലാം ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞ് അവർ
പണം സേവ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയുള്ള മക്കളുടെ വീട്ടിൽ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ഈ മകനോടായിരിക്കും. വാസ്തവത്തിൽ അമ്മയെ സംബന്ധിച്ചിടത്തോളം എല്ലാ മക്കളും ഒരുപോലെയാണ്. എങ്കിലും ഇത്തിരി വാത്സല്യം ഈ മകനോടായിരിക്കും. ദാരിദ്ര്യത്തിൻ്റെ കാഠിന്യം അത് അനുഭവിച്ചവനെ അറിയൂ. ആക്രമിച്ച് കീഴടക്കാനോ വധിക്കുവാൻ തന്നെയോ പാഞ്ഞെടുക്കുന്ന ശത്രുക്കളേക്കാൾ ദാരിദ്ര്യം വരുന്നു എന്ന് കേൾക്കുമ്പോൾ വന്നാൽ തന്നെ എന്നെ നോക്കുമായി കൊല്ലുമോ, എന്നെ എന്നേക്കുമായി അത് കൊല്ലുമോ അതുമില്ല. വല്ല മരുന്നോ മന്ത്രതന്ത്രങ്ങളോ യോഗസിദ്ധിയോ മൂലം ഒരുവന് ആളിപ്പടരുന്ന തീക്കുള്ളിൽ കിടന്ന് ഉറങ്ങാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരും. പക്ഷേ ദാരിദ്ര്യമാകുന്ന തീക്കുള്ളിൽ ഒരുവന് ഒരു പോള കണ്ണടയ്ക്കുവാൻ കഴിയുകയുമില്ല. സാക്ഷാൽ അഗ്നിയേക്കാൾ എത്രയോ കൊടിയതാണ് ദാരിദ്ര്യാഗ്നി. ദാരിദ്ര്യം കൊണ്ട് നിൽക്കക്കള്ളിയില്ലാത്തവൻ അനുഭവിക്കാൻ സ്വന്തമായി യാതൊന്നുമില്ലാതെ എന്തിനും ഏതിനും അന്യൻ്റെ വസ്തുക്കളെയും ഔദാര്യത്തെയും ആഗ്രഹിച്ച് ദിവസങ്ങൾ തള്ളിവിടുന്നവൻ എത്രയും വേഗം ലൗകിക ജീവിതം വെടിഞ്ഞ് മിതത്വം സ്വീകരിച്ച് ഉള്ള മൗനം കാക്കുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്യാത്ത പക്ഷം അവർ മറ്റുള്ളവരുടെ ഉപ്പിനും കഞ്ഞിക്കും കാത്തിരിക്കേണ്ടി വരും. പഠിപ്പ് കഴിഞ്ഞാൽ എന്തെങ്കിലും ജോലിയിൽ പ്രവേശിക്കണം, ഇന്ന ജോലി കിട്ടണം എന്ന് പറഞ്ഞ് കാത്തിരിക്കരുത്. ഏത് ജോലിയുമാവാം, ഇന്ന ജോലിയൊന്നുമില്ല. പഠിപ്പ് കഴിഞ്ഞ് അലസതയായി നടന്നു കഴിഞ്ഞാൽ പിന്നെ അവന് ഒരു രക്ഷയുണ്ടാവില്ല. ആ അലസത തന്നെ, ആ മടി തന്നെയായിരിക്കും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുക. അതുകൊണ്ട് ഉദ്ദേശിച്ച ജോലി കിട്ടുന്നവരെ മറ്റെന്തെങ്കിലും ചെറിയ തൊഴിലുകളും ചെയ്യാൻ സന്നദ്ധനാവുക. അങ്ങനെയല്ലേ വേണ്ടത് എന്ന് വെറുതെ ഒന്ന് ആലോചിക്കുക.